ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ഇന്നിവിടെ ചങ്ങനാശ്ശേരിയിൽ ശിശുദിന റാലിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു സമയം എനിക്ക് മനസ്സിലേക്ക് വരുന്നത് പ്രശസ്ത ബംഗാളി സാഹിത്യകാരിയും ജ്ഞാനപീഠ ജേതാവുമൊക്കെയായ മഹേശ്വര ദേവിയുടെ അവരെഴുതിയ ഒരു കഥയാണ്. നോർത്ത് ഈസ്റ്റിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ഉദ്യോഗസ്ഥൻ തന്റെ പതിവ് കോട്ടും സ്യൂട്ടും ഒക്കെ മാറ്റിവെച്ച് ഖാദി വസ്ത്രം ധരിച്ച് കയ്യിൽ നിറയെ പലഹാരവും ഒക്കെ ആയിട്ടാണ് അവരെ കാണാൻ ചെല്ലുന്നത്. പലഹാരം കഴിക്കുന്നവരോട് ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആർക്കും ഉത്തരമില്ല. ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നോ, അത് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നുവെന്നോ, ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെന്നോ, ജവഹർലാൽ നെഹ്റു എന്നും മഹാത്മാഗാന്ധി എന്നും പേരുള്ള വ്യക്തികൾ നേതൃത്വത്തിൽ ഉണ്ടെന്നും ഒക്കെ ഇന്ത്യയിലെ പല ജനവിഭാഗങ്ങൾക്കും സമൂഹങ്ങൾക്കും അന്ന് അറിയില്ലായിരുന്നു. അവിടെയാണ് ഇത്തരം ജനങ്ങളെയെല്ലാം ചേർത്ത് നിർത്തി ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു പ്രതിസന്ധി വരുന്നത്. അവിടെ ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ജാതി മത വർഗ വർണ്ണ വേഷ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ അവരെ ചേർത്ത് നിർത്തി ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നും അത് നമ്മുടെ രാജ്യമാണെന്നും ഇവിടെ ഒരു ഭരണകൂടമുണ്ടെന്നും ആ ഭരണകൂടം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നും അവർക്ക് ബോധ്യം നൽകുകയും തിരിച്ചറിവ് നൽകുകയും ഒക്കെ ചെയ്തു. ആ ഒരു മനുഷ്യൻ, ആ ഒരു ജവഹർലാൽ നെഹ്റുവിനെ ഇന്ന് ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നു, അപ്രത്യക്ഷനാക്കുന്നു. അദ്ദേഹത്തിന് പകരം മറ്റു പലരെയും അദ്ദേഹത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നാം യുവാക്കൾ ജവഹർലാൽ നെഹ്റു എന്ന മനുഷ്യനെ മനസ്സിലാക്കുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും തത്വങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുകയും ചെയ്യണം. ഓരോ ശിശുദിനവും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ.